അങ്ങനെ നമുക്കിന്ന് ഡിസ്ചാർജ് പറഞ്ഞേക്കുവാണ്. ആൾ ഓക്കെ ആയിട്ടുണ്ട്. പനിയൊക്കെ കുറഞ്ഞു. പിന്നെ ചൂടൊന്നും കൊണ്ടില്ല. CRPയുടെ കൗണ്ടും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാവ വന്നിട്ടുണ്ട്. രാവിലെ ആയപ്പോഴത്തേനും അമ്മ അങ്ങ് പോയി. അപ്പോൾ ഞാനും ഇവരും തന്നെ ഉള്ളല്ലോ, അതുകൊണ്ട് വാവ വന്നായിരുന്നേ. പിന്നെ അകത്തിരിക്കത്തതേയില്ല കാശി, ഭയങ്കര ബഹളം. അപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഗാർഡൻ പോലെ കുറച്ച് സ്ഥലം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കിനും ആൾക്കാരെയൊക്കെ കാണുമ്പോഴും പിന്നെ പൂക്കളൊക്കെ പറിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ അടങ്ങി കുറച്ച് നേരമൊക്കെ അങ്ങ് ഇരുന്നോളൂ. എങ്കിലും കുസൃതിയാണ്. പിന്നെ നമുക്ക് വൈകിട്ടത്തെ ഇഞ്ചക്ഷൻ കൂടെ കഴിഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വൈകിട്ടത്തെ ഇഞ്ചക്ഷനും കൂടെ എടുത്തു. ആൾക്ക് സിസ്റ്റർമാരെ കാണുന്നതേ ഭയങ്കര പേടിയാണ്. പിന്നെ ഇത് കുറച്ച് നേരം ട്രിപ്പ് പോലെ ആക്കിയാണ് ഇടുന്നത്. അപ്പോഴത്തേക്കിനും അത് ഒന്ന് തീരാൻ എന്ത് പാടാണെന്നറിയോ. ഇത് വലിച്ചൂരാൻ ശ്രമിക്കുകയും കൈ അടക്കി വെക്കത്തേയില്ല. കൈ അടുക്കി വെച്ചാലേ അത് വേഗന്ന് വീഴത്തുള്ളൂ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും അച്ഛൻ വന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അച്ഛൻ ജോലിയും കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് വന്നത്. നമ്മളിന്ന് ഡിസ്ചാർജ് ആവുകയാണല്ലോ, അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകാനായിട്ട് കാശി റെഡി ആയിട്ടിരിക്കുക. കാരണം അങ്ങനെ വെളിയിലോട്ട് പോകാമല്ലോ. അപ്പോൾ വാവയും മുന്നുസും കൂടെ പിന്നെ കുറച്ച് കൊണ്ട് നടന്നു. വാവയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിയെ കൊണ്ട് നടക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ക്യാനില ഊരാനായിട്ട് സിസ്റ്റർ വന്നു. സിസ്റ്റർമാരെ കാണുമ്പോഴേ കരച്ചിൽ തുടങ്ങും. പിന്നെ മാക്സിമം സിസ്റ്റർമാരെല്ലാം എല്ലാ സൈഡിലും കൂടെ ബാൻഡേജ് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. കാരണം ക്യാനില ഔട്ടായി പോകരുതല്ലോ. കുത്തിയപ്പോൾ തന്നെ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര കരച്ചിലും ഒക്കെയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ കുത്തുക എന്നുള്ളത് നല്ല റിസ്ക് ഉള്ള കാര്യമാണല്ലോ. പിന്നെ ഒരു തരത്തിൽ സിസ്റ്റർ ഏതായാലും ക്യാനിലയൊക്കെ ഊരി. പിന്നെ നമുക്ക് ഷിന്നുവും അനിലളിയനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകാനായിട്ടെല്ലാം റെഡി ആയപ്പോഴത്തേക്കും ഞാൻ എല്ലാ സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. നമ്മളോട് ഡോക്ടർ രാവിലെ പറഞ്ഞായിരുന്നു വൈകിട്ട് ഇഞ്ചക്ഷൻ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ആകുമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ക്യാനിലൊക്കെ ഊരുമ്പോഴത്തേക്കിനും കരയുന്നുണ്ട്. കാരണം ആ ബാൻഡേജൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും ഒരു ചെറിയ രീതിയിൽ വേദന എടുക്കുമല്ലോ. ആൾ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും ഭയങ്കര കരച്ചിലായി. പിന്നെ സിസ്റ്റർ അതെല്ലാം ഒട്ടിച്ച്, ബ്ലഡൊന്നും അങ്ങനെ വന്നില്ല, ഒട്ടിച്ചെല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ ഇറങ്ങി. കാർ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. അന്നേരം പിന്നെ വാവ ഇനി നമുക്ക് വീട്ടിൽ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ വാവയുടെ റിസൾട്ട് വന്നു. വാവ +2-ലായിരുന്നു, പാസ്സായി. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇനി കുറച്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലോട്ട്.